1987 എൻ്റെ കല്യാണം. പക്ഷെ ആദ്യത്തെ കുട്ടി മരിച്ച്, രണ്ടാമത് താമസിക്കാതെ വീണ്ടും ഗർഭായിൻ്റെ ശേഷം ഒരു 17 ദിവസം ആ കുട്ടി ജീവിച്ചത് മെഡിക്കൽ കോളേജിൽ നവജാത ശിശുക്കളടിയിലാണ് കിടക്കുന്നത്. കുട്ടി നവജാത ശിശു കുട്ടികളുണ്ടാവുമല്ലോ, തയ്യാതെ പ്രസവിക്കുന്ന 8ാം മാസത്തിൽ പ്രസവിച്ചിക്കണ്. പക്ഷെ കുട്ടി വളർച്ചല്ല. പിന്നെ ബൾബിന്റെ തുള്ളി ഇങ്ങനെ കത്തി ഇങ്ങനെ കിടക്കുന്നല്ലാതെ ആ കുട്ടി ആ വാർഡിലാണ് നിൽക്കുന്ന സമയത്ത് ഞാൻ തീരുമാനിച്ചില്ല. ഇത്ര കാവിന്റെ കാര്യം തീരുമാനിച്ചത് ഷെയ്ഖുനെ അവിടെ നിന്ന് അങ്ങോട്ട് പോയി. ഞാൻ ഷെയ്ഖുനാൻ്റെ അടുത്തേക്ക് പോയി. ഷെയ്ഖുനാനോട് കാര്യം പറഞ്ഞ് എൻ്റെ കുട്ടി കുട്ടി ഇങ്ങനെ ആദ്യത്തെ എന്ന് പറഞ്ഞില്ല, കുട്ടി മെഡിക്കൽ കോളേജിലാണ്, വളരെ ഇതിലാണ്, തയ്യാതെ പ്രസവിച്ചതാണ് എന്നല്ല. ഷെയ്ഖുൻ അങ്ങോട്ട് ചോദിക്കുകയാണ്, ഈ കുട്ടി എന്താണ് നല്ല ചോദിച്ചത്. ആദ്യത്തെ കുട്ടി എന്തായിരുന്നു ചോദ്യം. ഫസ്റ്റത്തെ കുട്ടിയെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടില്ല. അല്ല, ഫസ്റ്റത്തെ കുട്ടിയാ ചോദിച്ചു. പക്ഷെ യുഗന്ന് ആദ്യത്തെ കുട്ടി എന്തായിരുന്നു കുട്ടിയെ കുറിച്ച് നമ്മൾ അങ്ങോട്ട് പറഞ്ഞിട്ടില്ല. ഇല്ല, അങ്ങോട്ട് പറഞ്ഞിട്ടില്ല. നമ്മൾ ഈ കുട്ടീനെ സംബന്ധിച്ചാണ് പറഞ്ഞത്. കുട്ടി ഹോസ്പിറ്റലിലാണ് എന്ന് പറഞ്ഞു. ആദ്യത്തെ കുട്ടി എന്തായിരുന്നു? ആദ്യത്തെ കുട്ടി പെൺകുട്ടിയായിരുന്നു. ഈ കുട്ടി ജീവിക്കുകയില്ല, കുട്ടി ജീവിക്കുകയില്ല. ഞാനത് കേട്ടപ്പോൾ തന്നെ, കാരണം നമ്മൾ കാണുമ്പോൾ തന്നെ കുട്ടീൻ്റെ വളരെ ഇതിലാണ് നമ്മൾ കാണുന്നത്. പക്ഷേ ഷെയ്ഖുനോടെ പറഞ്ഞ് നമുക്കൊരു വേജാറും തോന്നുന്നില്ല. ഷെയ്ഖുനയാണല്ലോ പറയുന്നത്. ആദ്യത്തെ കുട്ടി എന്തായിരുന്നു എന്ന് ചോദിച്ചിട്ടുണ്ട്. ഈ കുട്ടി ജീവിക്കില്ല. അപ്പോളെ ഈ കുട്ടീനെ പറ്റി അപ്പോളെ പറയുന്നുള്ളൂ, കുട്ടി ജീവിക്കുകയില്ല എന്നല്ലേ. പോവാം. ആ കുട്ടിയുടെ മരണം പോലും ഷെയ്ഖുനെ കാണുകയാണ്. അതാണ്. ഇറങ്ങി, ഞാനും അളിയനും കൂടി അവിടെ ഇങ്ങോട്ട് ഇറങ്ങി. പോവാം എന്നാണ്. ഇങ്ങോട്ട് ഇറങ്ങി, ഇങ്ങോട്ടെത്തി. കുട്ടീൻ്റെ അരികത്തേക്ക് കുട്ടിക്ക് അസുഖം കൂടിയാണ്. ഷെയ്ഖുനാൻ്റെ അടുത്ത് ജീവിക്കൂല എന്ന് പറഞ്ഞൊരു വാക്കുണ്ടല്ലോ, അതിപ്പോൾ അനുഭവത്തിൽ വരികയാണെന്ന് മനസ്സുകൊണ്ട് ഞാൻ ചിന്തിച്ചു വരികയാണ്. മറ്റങ്ങോട്ട് കൂടിയാണ്. അപ്പം മനസ്സിലായിക്കൂല. പിന്നെ ബലി കളിക്കുന്ന മുഴുവനും ഇവര് ജീവൻ നിലനിർത്താൻ പറ്റുമോ എന്നുള്ള ആ വകുപ്പിൽ കൂടെ കൊണ്ടുവന്ന് സാധനം കൊണ്ടുവരലൊക്കെ നിർത്തി. അപ്പം ഞാൻ തീരുമാനിച്ചു, ഇനി ഏതായാലും ഒപ്പിട്ട് കൊണ്ടുപോകാം. ഇനി എന്തെങ്കിലും ബാക്കി ഉണ്ടെങ്കിൽ പെരിയിൽ കാണുന്നവർക്ക് കാണുകയെ ഒക്കെ ചെയ്യല്ലോ എന്ന് പറഞ്ഞിട്ട് കുട്ടീനെ തരാൻ പറഞ്ഞപ്പം നഴ്സിനോട് പറഞ്ഞ് അങ്ങനെ തരാൻ പറ്റില്ല. കാരണം നിങ്ങൾ ആരാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ പിതാവാണ്. ഞങ്ങൾ എഴുതി തരണം, പിതാവിൻ്റെ സ്വന്തം അത് കൊണ്ടുപോകുന്നത് തന്നെ ഈ ഒപ്പിട്ടുതരാണ്. ഞാൻ ഒപ്പിട്ടുതരാണ്. ഒപ്പിട്ട് കൊടുത്ത് ഇങ്ങോട്ട് വാങ്ങി കുട്ടീനെ കഴിയുമ്പോൾ കുട്ടീൻ്റെ കൈമേലൊക്കെ ഇത് കുത്തിയിട്ടിരിക്കുകയാണ്. രക്തം അവിടെ രക്തം കയറ്റിക്കൊണ്ടേ നിൽക്കുകയാണ്. കുട്ടിക്ക് ഇങ്ങോട്ട് ഊരിയെടുത്ത് പോയി രക്തം ഒന്നായിട്ട് പോകുന്നത്. അവിടെ പോലും എന്താ പ്ലാസ്റ്റൊക്കെ വെച്ച് ഒട്ടിച്ച് ഇതാക്കിയാണ് കുട്ടീനെ മാറ്റി പിടിച്ചുകൊണ്ട് കൊണ്ടുവന്ന് ടാക്സി വിളിച്ച് നമ്മളെ കോഴിക്കോട് ഇവിടെ വട്ടക്കിണറിൻ്റെ അവിടെ കണ്ടെത്തി കുട്ടി മരിച്ചു. ഹായ്, 2 മൊല്ലാക്കന്മാര്. ഒരുത്തനെ ഒരു കുട്ടീനെ ഷെയ്ഖുനെയും പറഞ്ഞു പറഞ്ഞിട്ട് ആ കുട്ടീൻ്റെ പിന്നെ കയ്യുമൊന്നും കാലുമൊന്നും അതൊക്കെ ഊരി ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടുപോയി ആ കുട്ടി മരിച്ചു. ഒരുത്തനെ ഓൻ്റെ പെണ്ണുങ്ങളെ ഔറത്ത് ആരും കാണാൻ പാടില്ല, പെണ്ണുങ്ങൾ മരിച്ചാൽ നമുക്ക് വേറെ പെണ്ണിട്ടാ, അങ്ങനത്തെ ഒരു നെയ്യത്തായിട്ട് എടുക്കണ ഒരുത്തന്. ഇതൊക്കെ ഇരുന്നിട്ട് ഇങ്ങനെ ചിലക്കുമ്പോല്ല ചെരുപ്പ് ഒരു ചിരിക്കാച്ചാണ് നമ്മളത്തൊക്കെ. ഷെയ്ഖുന ഏതാ ഷെയ്ഖുന എനിക്കറിയില്ല. ഷെയ്ഖുന പറഞ്ഞാണ് എൻ്റെ ആദ്യത്തെ കുട്ടി ഏതാ ഒറ്റയടിക്കാട് ചോദിച്ച അയാളോട്. എന്താ കൈവയ്ക്കുക. ഒരു കുട്ടി ഉണ്ടാകാൻ പടാപ്പെടുന്ന ആൾക്കാർ എത്ര ഉണ്ട് നിങ്ങൾ ആലോചിക്കുകയാണ്. ആദ്യത്തെ കുട്ടി മരിച്ചു പോയി, എത്ര സിമ്പിളായിട്ട് അവൻ പറയണത്. രണ്ടാമത്തെ കുട്ടി പ്രായം ആകാണ്ട് പ്രസവിച്ച്. എത്ര ആൾക്കാരുണ്ട് അവിടെയും വടി മണ്ടി പോയിട്ട് ആ കുട്ടീൻ്റെ ജീവൻ നിലനിൽക്കുമോ നോക്കാൻ വേണ്ടിയിട്ട് പല ഹോസ്പിറ്റലിലും കയറി ഇറങ്ങുന്നത്. അപ്പോഴാണ് ഷെയ്ഖുന പറഞ്ഞത് അതൊക്കെ എടുത്തിങ്ങോട്ട് പോര്, ഓക്സിജനൊക്കെ ഒഴിവാക്കി പോരുന്ന വൈക്കാൻ തന്നെ കുട്ടി മരിച്ചു. നിങ്ങൾ ആലോചിക്കുകയാണ് ബ്ലഡൊക്കെ അങ്ങനെ പോവാന്ന് പറഞ്ഞ. അപ്പൊ അവിടെ മറ്റുള്ള ഇതൊക്കെ ഒട്ടിച്ച് വെച്ചാണ്. ഇവലൊക്കെ രണ്ടാളി എന്താ ചെയ്യേണ്ട അറിയോ? ഇതിന്റെ പിന്നാലെ സലാത്തും ചൊല്ലി നടക്കണ കുറെ ആൾക്കാരും.
നിങ്ങൾ ആലോചിച്ചേക്കാണ് ഇതൊക്കെ കേൾക്കുമ്പോൾ മറ്റുള്ള മതക്കാരെന്താ ചിന്തിക്കലറിയോ? എല്ലാ മുസ്ലിങ്ങളും ഇങ്ങനെ ഈ പൊട്ടത്തരം വിളിച്ചാൽ കേട്ട് നടക്കുന്ന ആൾക്കാരെന്ന് ചിന്തിക്കൂല, എല്ലാവരും ചിന്തിക്കും. ആരവലൊക്കെ പറയണ മറ്റ് സമുദായത്തിൽപ്പെട്ട ആൾക്കാരോട് എനിക്ക് പറയാനുള്ള എന്താ വെച്ചാൽ, ഇത് ഇവര് സ്വന്തം വിവരക്കേട് വിളിച്ചറിയാം. എല്ലാ മുസ്ലിങ്ങളും ഇത് കേട്ട് അതിന്റെ പിന്നാലെ നടക്കണമൊന്നുമില്ല. കുറച്ച് ആൾക്കാരുണ്ട് കേട്ടോ, അല്ലാന്നല്ല. ഇവനോടൊക്കെ എന്താ പറയല് നിങ്ങൾ ആലോചിക്കാണ്. ആദ്യം കാലത്തൊക്കെ നമ്മള് TV കാണാൻ പോയാല് ഇരുമ്പ് ജീവൻ വെച്ചാണ് അത് കാണാൻ പോകരുത് എന്ന് പറഞ്ഞിരുന്ന ഉസ്താദ്മാരാ. ഇപ്പൊ iPhone 6 iPhone മറ്റേ മറിച്ച സകല യൂട്യൂബ് ചാനലും വില തന്നെയല്ലേ. അപ്പൊ എന്താ വെച്ചാല് ഇസ്ലാമിനെ പറയിപ്പിക്കുക, അല്ലാണ്ടെത്താ. ഇത് കേൾക്കണ ഞാൻ മുസ്ലിമായി എനിക്ക് തന്നെ തോന്നുന്നുണ്ട് പച്ച നോണയാണ് ഈ പറയണതെന്നൊക്കെ. ആർക്കൊരു കറാമത്ത് കൊടുത്ത്, എന്ത് കറാമത്ത് കൊടുത്ത് നിങ്ങൾ പറയണേ? അറിവില്ലോനോട് അറിവില്ലാത്തവൻ ചോദിച്ച് മനസ്സിലാക്കുക. അതെങ്ങനെ പറഞ്ഞു കൊടുക്കല്ലോ അറിയോ? അത് ഖുർആനിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് പഠിച്ചോന്. അതിന് എന്തെങ്കിലും നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനാണ്. അല്ലാണെങ്കിൽ മറ്റുള്ള ആൾക്കാരെ പിൻപറ്റി ജീവിക്കാനും മറ്റുള്ളവര് പറഞ്ഞ കേട്ട് ഓലെ അടിമാറ്റി ജീവിക്കാനും ആരും പറയണമെന്നില്ല. നിങ്ങളോട് വിശ്വസിക്കാൻ പറഞ്ഞ ആൾക്കാരല്ലേ ഓലെ വിശ്വസിച്ചായി. അല്ലാണ്ട് അബ്ബലൊക്കെ അറിവില്ലോണ്ടെങ്കിൽ ബഹുമാനിക്കും നമ്മള്. ഇപ്പൊ ഇമാമ് നിൽക്കുന്ന ആളെ നമ്മൾ ബഹുമാനിക്കും. അതൊരു ചെറിയ കുട്ടിയാണ്, അറിവ് കൂടുതലെങ്കിൽ ഓൻക്ക് ആ കുട്ടിക്ക് ഇമാമ് നിൽക്കുക, അതിന്റെ വേക്കിൽ നമ്മൾ നിസ്കരിക്കുക, അതിന് തെറ്റില്ല. ഇതിങ്ങനത്തെ ഉളുപ്പമല്ലാത്ത വർത്താനം പറഞ്ഞെടുക്കണ ആൾക്കാരൊന്നും നമ്മളൊരിക്കലും എന്താ സപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ എല്ലാവരും സ്നേഹം മാത്രം, അല്ലാത്ത വൃത്തിയുടെ ജന്തുക്കള്.